മണർക്കാട് പഞ്ചായത്തിൽ പുതിയ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ ഉദ്ഘാടനം ചെയ്തു. മണർക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് ശേഖരിച്ചുവെക്കുന്നതിനായി നിർമ്മിച്ച പുതിയ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ ഉദ്ഘാടനം ചെയ്തു. മണർക്കാട് പഞ്ചായത്തിന് സമീപം നിർമ്മിച്ച പുതിയ MCF കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ നിർവഹിച്ചു. തീർച്ചയായിട്ടും ഇന്ന് മണർക്കാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് ആയി മാറിയിരിക്കുന്നത് നമ്മുടെ വേസ്റ്റ് കളക്ഷൻ തന്നെയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് പല സർക്കാരുകൾ എല്ലാ സർക്കാരുകളും പരാജയപ്പെട്ട ഒരു മേഖലയാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അതേസമയം വിദേശ രാജ്യങ്ങളിൽ അതുപയോഗിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിക്കുക, അത് ഉപയോഗിച്ച് ആ നാടിന് ഉപയോഗപരമായ കാര്യങ്ങളാക്കി മാറ്റുക, ഒരു നാടിൻ്റെ മാലിന്യവസ്തു അത് ഗുണകരമായി ആ നാടിന് മാറ്റുന്ന സാഹചര്യമാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പല തവണ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട കാര്യമാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ്. MCF നമ്മൾ സ്ഥാപിക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ പറയും MCFിനപ്പുറം ഓരോ സ്ഥലത്തും MCFിനോട് ചേർന്ന ഒരു വൈദ്യുതിയുടെ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു നാടിന് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യം കൂടെ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ MCFിൻ്റെ ഒരു അർത്ഥം പൂർണ്ണമാവത്തുള്ളൂ. നമ്മൾ മെറ്റീരിയൽ കണക്ഷൻ മാത്രമാണ് അതിനോട് ചേർത്ത് വെച്ച് ഈ മെറ്റീരിയലെ കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൂടുതൽ നാടിന് ഉപയോഗപ്രദമായി മാറ്റുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സമയത്ത് ഒരു സർക്കാർ വന്നപ്പോൾ ഈ മാലിന്യ വസ്തു മുഴുവൻ ഇലക്ട്രിസിറ്റി ആക്കാനൊരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ അത് വഴി വെച്ചിരുന്നു. ഇത് ഞാൻ പറഞ്ഞ മണർക്കാട് മാത്രം പ്രശ്നമല്ല, കേരളത്തിന് മുഴുവൻ പ്രശ്നമാണ്. നമുക്ക് ഒന്നാമത് വൈദ്യുതിയില്ല. വൈദ്യുതിയുടെ ഉപയോഗം ഇപ്പോൾ നമ്മൾ വെള്ളത്തെ ആശ്രയിച്ചാണ്, മഴയെ ആശ്രയിച്ചാണ്. നമ്മളിപ്പോൾ പതുക്കെ ഷിഫ്റ്റ് ആവുന്നുണ്ട് സോളാറിലേക്ക് ഉള്ള ഷിഫ്റ്റ്. പക്ഷേ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ 15 വർഷത്തെ സ്ലോയിലാണ്. അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. ഞാനിപ്പോൾ UK പോയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അവിടെ ഒരു കൃഷിപ്പാടം, ഒരു 100 ഏക്കർ കൃഷിപ്പാടത്ത് മൊത്തം സോളാർ ഈ സോളാർ പാടം, നെൽപ്പാടം എന്ന് പറഞ്ഞ സോളാർ പാടമാണ്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി സോളാർ പാടം വെച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കൃത്യമായി നാടിന് ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ട് എങ്ങനെ ഇലക്ട്രിസിറ്റിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഉപയോഗപ്രദമായ കാര്യങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ചിന്ത കൂടി ഉണ്ടാവണം. ഈ MCFിനോട് ചേർന്ന് തന്നെ മണർക്കാട് പഞ്ചായത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. എങ്കിൽ പോലും ഞാൻ ആശയം നമ്മൾ സൂചിപ്പിക്കുകയാണ്.
മണർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ഫിലിപ്പ് അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ തോമസ് സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അജിതമ്മ വി നന്ദിയും പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീകാന്ത് ടി.ആർ. പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവച്ച ജനപ്രതിനിധികൾക്കും പഞ്ചായത്തിലെ ജീവനക്കാർക്കും മൊമെന്റോ നൽകി ആദരിച്ചു. ആശംസകൾ നേർന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രേസി കരിമ്പന്നൂർ, ജില്ലാ പഞ്ചായത്ത് അംഗം സിനി മാത്യു, പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മി പാലക്കലോടി, പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഖ ബി, പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാൻ ടി ജോൺ, ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ്, മണർക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂസൻ അബ്രഹാം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോണി മോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭിലാഷ് വി.ആർ., വാർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് ജോജി സി ജോൺ, കെ മാത്യു, സിന്ധു അനിൽകുമാർ, ആനിയമ്മ ചാക്കോ, രാധാ സുരേഷ്, ടിറ്റു തോമസ് ഉമ്മൻ, സിബി മാത്യു, സോബിൻ ഫിലിപ്പ്, ജിജി, ബിജു കെ.സി., പ്രേമ ബിജു, ജോമോൾ ജിനീഷ്, ലൈലാമ്മ തോമസ്, ടി.പി. തോമസ്, ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മട്ടക്കര തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 19 വാർഡുകളിലായി 27 ഹരിതകർമ്മസേനാംഗങ്ങൾ ശുചിത്വ മാലിന്യ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കായി വാർഡുകൾ തോറും മിനി MCF പ്ലാസ്റ്റിക് ശേഖരിച്ച് സൂക്ഷിക്കുന്നതിനായി സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് MCFിലേക്ക് പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവരുന്നത്. MCFിൽ വച്ച് പ്ലാസ്റ്റിക്കുകൾ തരംതിരിച്ച് വിവിധ കമ്പനികൾക്ക് നൽകുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് പ്രസിഡന്റ് ബിജു കെ.സിയാണ് കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. 2025-26 വാർഷിക പദ്ധതിയിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റും തനതു ഫണ്ടും ചേർത്ത് 61 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. ആധുനിക സൗകര്യങ്ങളോടെ പൂർത്തീകരിച്ച പുതിയ MCF നിലവിൽ വരുന്നതോടെ മണർക്കാട് പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകും.